ഞാൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദറായിരുന്നു. ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ പെപ്സി, ഞങ്ങളുടെ കോളേജിന്റെ IKS കോർഡിനേറ്റർ ആണ് ഡോക്ടർ സന്ധ്യ, IQAC കോർഡിനേറ്റർ ഡോക്ടർ ലിബിസൻ, മാം ജോയിന്റ് കോർഡിനേറ്റർ IKSന്റെ ഡോക്ടർ അദീല. ഞങ്ങളിപ്പോൾ ഈ ഒരു പ്രസ് കോൺഫറൻസ് വന്നിരിക്കുന്നതിന്റെ ഒരു കാരണം നമ്മുടെ കോളേജിന്റെ ഇംഗ്ലീഷ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റും IKS ഭാരതീയ വിജ്ഞാന സമ്പ്രദായ കേന്ദ്രം ഇത് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് ഒരു അക്കാഡമിക്കൽ ആയിട്ടുള്ള ഒരു ഈവന്റ്, ഒരു പ്ലാറ്റ്ഫോം തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇവന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ പേര് പൂരവിസ്മയം എന്നാണ് അതിന്റെ പേര്. നമ്മള് പൂരമെടുക്കുമ്പോൾ പലപ്പോഴും പൂരത്തെ കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊരു അക്കാഡമിക് പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നുകൊണ്ട് അതൊരു തുടർ പഠനം അല്ലെങ്കിൽ ഒരു വർഷാവർഷം നമുക്ക് നടത്താവുന്ന രീതിയിൽ ഇതിനൊരു അക്കാഡമിക്കൽ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ അതിനെ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് കോളേജിന്റെ IKS കൂടെ ചേർന്നിട്ടുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിനെ ഈ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഒരു പെർസ്പെക്റ്റീവിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെ യുനെസ്കോ അംഗീകരിച്ച കൾച്ചറൽ ഹെറിറ്റേജ് റിസർവേഷനിൽ അംഗീകരിച്ച ഒന്നാണ് തൃശ്ശൂർ പൂരം. അപ്പം അതിനെ ഈ രീതിയിൽ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇനിയും എന്താ പറയാ സ്കോപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ ബേസിലാണ് ഇതിലെല്ലാം ഒരു മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം പോലെയാണ്. ഇന്ന ഒരു പെർസ്പെക്റ്റീവ് ഇതിന്റെ കഥയോ ലിറ്ററേച്ചറോ മാത്രമല്ല, അതിന്റെ പല ഭാഗങ്ങളും നമ്മളിതിന്റെ ഡിസ്കഷൻ വരും. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ് കേസിന്റെ നേതൃത്വത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടങ്ങുന്ന ഒരു സംഭവമാണ്. ഈ ഡേറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് മാർച്ച് 24 വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട മേയറുടെ ഉദ്ഘാടനത്തോടു കൂടി ഒരു പാനൽ ഡിസ്കഷൻ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വൺ ടൈം ഈവന്റ് അല്ല, എല്ലാ വർഷവും നടക്കുന്ന രീതിയിൽ. അതിനോടൊപ്പം തന്നെ ഒരു പബ്ലിക് പ്രോഗ്രാം ഇപ്രാവശ്യം കോളേജ് വെച്ചാണ് നടത്തുന്നത്. അത് കഴിഞ്ഞ അടുത്ത കൊല്ലത്തെ പ്രോഗ്രാം വരുന്നത് വരെയുള്ളതിനിടയ്ക്ക് ഇൻ ഹൗസ് ആയിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. അത് ഒരുപക്ഷെ ഡിപ്പാർട്ട്മെന്റുകൾ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വോളണ്ടിയർ സർവീസുമായി ബന്ധപ്പെട്ട NSS, NCC അതുപോലെയുള്ള സംഭവങ്ങൾ ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസിന്റെ കൺസേൺ ആയിട്ടുള്ള ഒപ്പം IKSന്റെ കോർഡിനേറ്റർ സംസാരിക്കുന്നതായിരിക്കും. ഹലോ, ഫാദർ പറഞ്ഞതുപോലെ തന്നെ ഇത് IKS സെന്ററും ഇംഗ്ലീഷ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത് തുടക്കത്തിൽ നമ്മളിത് കോളേജിന്റെ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിട്ട് തന്നെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. കാരണം IKS എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കേന്ദ്ര ഗവൺമെന്റ് കീഴിലൊരു സെന്റർ തന്നെയുണ്ട് IKS വേണ്ടിയിട്ട്. അതിന് ഫണ്ടിങ്ങും ഉണ്ട്. പക്ഷെ ആ ഫണ്ടിങ് ഒന്നും നമ്മൾ കേരളത്തിലേക്ക് അത് എത്തി തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എങ്കിലും അത് നടക്കുന്നുണ്ട്. പൂരമാണെങ്കിൽ ഫാദർ പറഞ്ഞ പോലെ തന്നെ യുനെസ്കോന്റെ ഒക്കെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും അക്കാദമിക ഗവേഷണ മേഖലകളിൽ പൂരത്തിനും പൂരത്തിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്, വിവിധ തലങ്ങളുണ്ട്. ആ തലങ്ങളൊന്നും കൃത്യമായ അക്കാഡമിക് റിഗറോടെയുള്ള ഗവേഷണങ്ങൾ കീഴിൽ വന്നിട്ടില്ല. മാത്രമല്ല, ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ റിസർച്ച് എന്നും അതുപോലെ തന്നെ നോളജ് ഡിസെമിനേഷനും കൂടിയാണ്. നമ്മുടെ അറിവിനെ മറ്റുള്ളവർക്കൂടെ അറിയിക്കുകയാണ്. ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ആസ്പെക്ട്സ്, ഇന്റലക്ച്വൽ ആസ്പെക്ട്സ് അതിന്റെ പിന്നിലുണ്ട് എന്നുകൂടെ കാട്ടാനായിട്ടാണ് കോളേജ് ഈ തരം പരിപാടികൾ കണ്ടിന്യൂസ് ആയി തുടരാൻ ഉദ്ദേശിക്കുന്നത്. ഔട്ട്ഹൗസായും ഇൻഹൗസായും നിരന്തരമായ പരിപാടികളിലൂടെയും ഗവേഷണത്തിന് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നതുകൂടെ ഇതിന്റെ ഇംഗ്ലീഷ് ഗവേഷണ വിഭാഗത്തിന്റെ ഒരു ഉദ്ദേശമാണ്. പിന്നെ ഇതിന് ആരൊക്കെയോ വരുന്നത്, ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ നടത്തുന്ന പ്രോഗ്രാം ഒരു പാനൽ ചർച്ചയാണ്. ഈ പാനൽ ചർച്ചയിൽ പറ്റാവുന്നതും നമ്മളെ കുറച്ച് പൂരമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് താല്പര്യമുള്ള കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഡോക്ടർ മുരളീധരൻ ടി, അദ്ദേഹം ഫുൾ ബ്രൈറ്റ് സ്കോളറുമാണ് ആയിരുന്നിട്ടുണ്ട്. ചാൾസ് വാലസ് സ്കോളർഷിപ്പ് അവാർഡ് ജേതാവാണ്. ഞങ്ങളുടെ HOD ആയിരുന്നു പണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ഇമ്പോർട്ടന്റ് അംഗമാണ്. അദ്ദേഹമാണ് ഈ ചർച്ച നയിക്കുന്നത്. ചർച്ചയിൽ വരാനായിട്ട് നമ്മൾക്ക് കുറച്ച് പല രീതിയിൽ പല തലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് ശരത് കൃഷ്ണൻ എന്ന് പറയുന്ന യൂട്യൂബ് മീഡിയയിലൊക്കെ കുറച്ച് നല്ലോണം ഫേമസ് ആയിട്ടുള്ള ആളാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പൂരത്തിന്റെ നഗരിയിലും
കൃത്യം തൃശ്ശൂരിന്റെ സെന്ററിൽ താമസിക്കുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹം അമ്മയെയും കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും ആ യാത്രകൾ ഓരോന്നും സോഷ്യൽ മീഡിയയിലൂടെയും ആ അമ്മയോടൊത്തുള്ള യാത്രകൾ എന്ന പുസ്തകത്തിലൂടെയും ഒക്കെ നമ്മളെ എല്ലാവരെയും അറിയിക്കുകയും മലയാളികൾ വളരെയധികം പേര് അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മലയാളികളുടെ സാധാരണ ഒരു കാഴ്ചപ്പാട്, അമ്മയോടൊപ്പം ഒരു മകൻ യാത്ര ചെയ്യാമോ ചെയ്യണോ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ വിപ്ലവകരമായി മാറ്റിമറിച്ച ശ്രീ ശരത് കൃഷ്ണനും അദ്ദേഹത്തിന്റെ അമ്മയും ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ പൂരത്തിന്റെ ആലവട്ടം, വെഞ്ചാമരം, ഇത്തരം സംഭവങ്ങൾക്ക്, ഇത്തരം ചമയങ്ങളൊക്കെ വർഷങ്ങളായി അല്ല തലമുറകളായി തന്നെ അണിയിച്ചൊരുക്കിയ ഒരു കുടുംബത്തിലെ അംഗമായ ശ്രീ മുരളീകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 60 വർഷമായിട്ട് അദ്ദേഹം ഒരു പൂരവും മുടക്കിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം തൃശ്ശൂർ പൂരത്തെ പറ്റി ഒരു പുസ്തകം എഴുതിയ ശ്രീ വിനോദ് കണ്ടങ്കാവിൽ അദ്ദേഹമുണ്ട് ഈ ചർച്ചയിൽ. അദ്ദേഹം പൂരത്തെ പറ്റി വളരെ വിശദമായി, തൃശ്ശൂർ പൂരം മാത്രമല്ല എല്ലാ പൂരങ്ങളെ പറ്റി വിശദമായി പഠിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. പിന്നെ ശ്രീമതി രാജലക്ഷ്മി മാനാഴി തൃശ്ശൂർ ഗുരുവായൂരിനെ പറ്റി എഴുതിയ പുസ്തകം വളരെ അധികം വിമർശകർ അല്ലെങ്കിൽ സാഹിത്യ നിരൂപകർ വളരെയധികം കൊണ്ടാടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ പുതിയൊരു പുസ്തകം അവരുടേതായി ഇറങ്ങിയത് തൃശ്ശൂർ സ്വരൂപം 1ാം ഭാഗമാണ്. തൃശ്ശൂരിന്റെ ബയോഗ്രാഫി എന്ന് ഇംഗ്ലീഷ് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ആ ബുക്ക് തൃശ്ശൂരിനെ പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ തീവ്രമായ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇനിയും അതിന്റെ പല വോള്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിലവര് ഒരു ചാപ്റ്റർ പൂരങ്ങളെ പറ്റി മാത്രവും പിന്നെ ഒരു ചാപ്റ്റർ തൃശ്ശൂർ പൂരത്തെ പ്രത്യേകമായി എടുത്ത് അവർ പറയുന്നുണ്ട്. അവരാണ് നമ്മുടെ പാനലിൽ വരുന്ന മറ്റൊരാള്. പിന്നെ നമ്മുടെ പ്രശസ്ത ചരിത്രകാരനും ഇൻഡോളജിസ്റ്റും നരവംശ ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ ജോർജ് മേനാച്ചേരി മാഷെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അദ്ദേഹവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്രയും പേരാണ് ഈ പാനൽ ചർച്ചയിൽ അവിടെ ഉണ്ടാവാം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാന്യ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അവരും അവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കൗൺസിലർ സുമേഷ് കെയും ഉണ്ടാവും. ഇത്രയും പേരുള്ള ഒരു പരിപാടിയാണത്. പൊതുജനങ്ങൾക്ക് ഓപ്പൺ ആണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഇൻ ഹൗസ് അല്ല, ഇത് ഔട്ട് ഹൗസ് ആണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇത് പൊതുജനങ്ങൾ എല്ലാവരെയും, എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും, കാരണം ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് കാഴ്ചപ്പാട് തന്നെ ഇനി പൊളിച്ചെഴുതേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ പ്രായത്തിലുള്ള അടക്കിത്തേണ്ട കുറച്ച് പേരെ വളർത്താൻ മാത്രമല്ല, ഇത് സമൂഹത്തെ മുഴുവൻ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരേണ്ടത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഈ നാട്ടില് നമുക്ക് ദന്തഗോപുരങ്ങൾ, വിജ്ഞാനത്തിന്റെ ഏതോ ദന്തഗോപുരങ്ങൾ ഏതോ ലൈബ്രറിയിൽ അടച്ചിരിക്കാനല്ലാതെ പുറത്തേക്ക് ഇറങ്ങി വന്ന് കോളേജിനെ ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ നിർത്തി ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെയും ഈ സമൂഹത്തിന്റെ ചരിത്രങ്ങളെയും ഈ സമൂഹത്തിന്റെ പാരമ്പര്യങ്ങളെയും കൂടുതൽ കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു വേദി ഒരുക്കാനായിട്ടും ആവിഷ്കരിക്കാനായിട്ടും കൂടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ഭാരതീയ വിജ്ഞാന സമ്പ്രദായ കേന്ദ്രം അത് കോളേജിന്റെയാണ്. അതായത് അത് ശരിക്കും പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. IKS സെന്റർ എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംഭവമുണ്ട്. അത് മിനിസ്ട്രിയുടെ കീഴിലാണ്. പക്ഷെ അത് എല്ലാ കോളേജുകളിലും അങ്ങനെ ഒരു സെന്റർ നടത്തണം, എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ ഒരു സെന്റർ നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ പല കോളേജുകളും പല യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ ഒരു സെന്റർ നടത്താനായിട്ട് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ കോളേജിൽ അത്തരമൊരു സെന്റർ ആരംഭിക്കുകയും അതിന്റെ ചാർജായിട്ട് ഡോക്ടർ സന്ധ്യ ജയചന്ദ്രൻ ഉണ്ടാവുകയും ചെയ്തിരിക്കും. ഫണ്ടിങ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ഈ സെന്റർ ആരംഭിച്ച ഫണ്ടിങ് തരില്ല. നമ്മൾ അതില് പ്രോഗ്രാംസും പ്രൊജക്ട്സും എല്ലാം റെഡിയാക്കുകയും ആ പ്രൊജക്ട്സ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി കൃത്യമായിട്ട് അത് അവലോകനം ചെയ്ത് തിരഞ്ഞെടുത്താലും ഫണ്ടിങ് കിട്ടും. ചില കേസിൽ നമ്മൾ നടത്തുന്ന ആദ്യത്തെ പരിപാടിയാണ് പൂരം. മറ്റു ഈ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നത് ഇതിനൊരു ടൈം ഫ്രെയിം വേണം, സബ്ജക്ട് വേണം, അതൊക്കെ പ്ലാൻ ചെയ്തോ? എല്ലാ മാസത്തിലും നമ്മൾ നടത്തുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ആണ്. അതായത് പൂരം എന്നുള്ളത് നമ്മുടെ ഒരു മെയിൻ സ്റ്റഡി ആയിട്ടാണ് പൂരം. അത് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് സീരീസ് ആയിട്ടുള്ള ഒരു സീരീസ് സ്റ്റോപ്പ് ഇല്ല. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയി നടത്തുന്ന പ്രോഗ്രാമാണ്.
പൂരത്തെ പറ്റിയുള്ള ഒരു സ്റ്റഡി സെന്റർ എന്ന IKS സ്റ്റഡി സെന്റർ അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. ആ സെന്ററിന്റെ കീഴിൽ പൂരത്തെ പറ്റിയുള്ള ഗവേഷണം ഒരു മാസത്തിൽ ഒരെണ്ണം വീതം. ഒരു മാസത്തെ, അതായത് അക്കാഡമിക് ലിമിറ്റ്ലെസ് ആണോ? നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് IKS സെന്റർ പോയിന്റിലേക്ക്. ഇത് സെൻട്രൽ മിനിസ്ട്രിയുടെ കീഴിലുള്ള ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സെന്ററാണ്. ഈ സെന്ററിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വളരെ എന്താ പറയാ ഇന്നേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നേറ്റീവ് ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തിന് അത് പല രീതിയിലുള്ളുണ്ട്. കൾച്ചർ ആയിരിക്കാം, ലിറ്ററേച്ചർ ആയിരിക്കാം, ഫാമിംഗ് ആയിരിക്കാം, അഗ്രികൾച്ചർ ആയിരിക്കാം, ടെക്നിക് ആയിരിക്കാം. ഇതിനൊക്കെ വളർത്തുക അല്ലെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യുക, ഡിസിമിനേറ്റ് ചെയ്യുക, ഇതാണ് അവരുടെ ഇന്റൻഷൻ. അത് പല രീതിയിലുണ്ട്. കുറച്ചും കൂടെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ നമ്മളിപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ട്രസ്റ്റും ഫോക്കസും കിട്ടിയ ഒരു സംഭവമാണ് സംഗരാമന്റെ ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. അദ്ദേഹത്തിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ UGC അടക്കമുള്ള ഏറ്റവും കൂടുതൽ ഒരു പോയിന്റ് കിട്ടിയ അല്ലെങ്കിൽ ഒരു ഫോക്കസ് കിട്ടിയ സംഭവമാണ്. ഈ സംഗരാമന്റെ സംഭവങ്ങളെല്ലാം നടന്നത് ഇന്നേറ്റ് ആയിട്ടില്ല, വളരെ നേറ്റീവ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ. നമ്മുടെ ന്യൂട്ടനെയും ബാക്കിയുള്ള ഐൻസ്റ്റീനൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ആളുകളുടെ രീതിയിലാണ്. അപ്പൊ ഇതുപോലെയുള്ള വൈജ്ഞാനിക കേന്ദ്രങ്ങൾ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെന്ററിന്റെ ഉദ്ദേശം. ഈ സെന്ററിന്റെ സെൻട്രൽ മിനിസ്ട്രി ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിരിക്കുന്നതിന്റെ സബ് സെന്റേഴ്സ് ആയിട്ട് എല്ലാ ഹയർ എഡ്യൂക്കേഷൻസിലും ഇങ്ങനെ തുടങ്ങണം എന്നുള്ള സംഭവമുണ്ട്. അതിന്റെ ബേസിലാണ് നമ്മൾ തുടങ്ങിയത്. ഓരോ ഹയർ എഡ്യൂക്കേഷനും അതിന്റെ പോയിന്റുകൾ എടുക്കാൻ ചിലപ്പോൾ വ്യത്യസ്തമായ ടോപ്പിക്കുകളായിരിക്കും എടുക്കുക. നമ്മൾ അലോഷ്യസ് എന്ന് പറയുന്നത് എൽത്തുരുത്ത് ടൗണിനോട് തൃശ്ശൂർ ടൗണിനോട് വളരെ ചേർന്ന് കിടക്കുന്ന സംഭവമായതുകൊണ്ട് നമ്മളെടുത്ത ഫോക്കസ് ആണ് പൂരം എന്നുള്ളത്. അതിന് രണ്ടാമത്തെ റീസൺ പൂരം യുനെസ്കോ പോലും അംഗീകരിച്ച ഒരു കൾച്ചറൽ എന്താ പറയാ ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നേരത്തെ സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഇതിന്റെ അക്കാഡമിക് പെർസ്പെക്റ്റീവില് നമ്മൾ കൊണ്ടുവരുന്നതിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് തീരുന്ന രീതിയിലല്ല. നമ്മൾ ഒരു പരിപാടി എപ്പോഴും പുറത്ത് ഔട്ട് ഹൗസ് ആയിട്ട് ചെയ്യാവുന്ന രീതി ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് പോലെ കുറെ കൂടെ ആളുകൾക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഫോളോ അപ്പ് എന്ന രീതിയിൽ ഈ ടോപ്പിക് പറഞ്ഞു. ഈ പൂരവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന്റെ ഫാമിലി റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി, കൾച്ചർ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്താ പറയുക പാന, അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റലായിട്ട് ഇൻ ഹൗസ് നടത്താനുള്ള നമുക്ക് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്റർ ഡിപ്പാർട്ട്മെന്റലായിട്ട്. അതപ്പോ ഒരു വർഷത്തെ ടൈം ഫ്രെയിമിൽ നിർത്തുക എന്നുള്ളതല്ല, കണ്ടിന്യൂസ്ലി നമ്മൾ മുമ്പോട്ട് പോവുക. പൂരം എന്നുള്ളതിനെ എത്രയൊക്കെ പഠിക്കാൻ പറ്റുമോ, ഏതൊക്കെ ആംഗിളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതിലെല്ലാം ചെല്ലുക, കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക, നോളജ് റിസർവ് ചെയ്യുക, ഒപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് ഡിസിമിനേറ്റ് ചെയ്യുക എന്നതാണ് ഇന്റൻഷൻ. അപ്പൊ അതിനൊരു ടൈം ഫ്രെയിം എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൈം ഫ്രെയിമിലല്ല. ഇനി നേരത്തെ ചോദിച്ച പോലെ ഇൻ ഹൗസ് നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മന്ത്ലി തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇവന്റുകൾ, ഇങ്ങനത്തെ ഇവന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാനൽ ഡിസ്കഷൻ പോലെയുള്ളതായിരിക്കും. ചിലപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കോളേജിൽ കൊണ്ടുപോയി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പൂരം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ മോഡാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഇതിന്റെ അങ്ങേ സൈഡിൽ ഒരു എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇതിന്റെ എക്കണോമിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇതിങ്ങനെ കമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. കാരണം ആ സമയങ്ങളിൽ മാത്രമുള്ള നടക്കുന്ന ഒരു കൊമേഴ്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രം വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിന്റെ ടെക്നിക്, അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. അത് കൺസേൺ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിസ്കഷന് വേണ്ടിയിട്ട്. അവരതിന്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി എങ്ങനെ അത് നടത്താം, അല്ലെങ്കിൽ ആ ഡിസ്കഷനോ അല്ലെങ്കിൽ അതിന്റെ ചിലപ്പോൾ ഡിസ്കഷൻ ആയിരിക്കും, സെമിനാർ ആയിരിക്കും, വർക്ക്ഷോപ്പ് ആയിരിക്കും, ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യും. അത് നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് കൃത്യമായിട്ട് ഫയലുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്, ചാനൽ ഡിസ്കഷൻസ് വരുന്ന ഡെഫിനറ്റ്ലി നമ്മൾ കോളേജിന് യൂട്യൂബ് ചാനലുണ്ട്. നമ്മൾ അല്ലാത്ത രീതിയിൽ അത് ചെയ്യുക, ഫോട്ടോഗ്രാഫിക് ആയിട്ടും വീഡിയോ ആയിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതിന്റെ ഡിസ്കഷൻസ് പോലെയുള്ള സംഭവങ്ങൾ വരുന്നത് നമ്മൾ റൈറ്റപ്പ് പോലെ നമ്മൾ കീപ്പ് ചെയ്യും. സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രൊസീഡിംഗ് പോലെ അതിനുള്ള ഡിസ്കഷൻ ആണ്. പ്രൊസീഡിംഗ് പോലെ നമുക്കൊരു പർട്ടിക്കുലർ ഏതെങ്കിലും സംഭവങ്ങൾക്ക് ഒരു പ്രൊസീഡിംഗ് ഇറക്കാവുന്ന സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് ഡോക്യുമെന്റേഷൻ ആണ് ഒരു പാർട്ട്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഞങ്ങളതിനെ കുറിച്ച് ഡിസ്കസ് തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് പലതും വാമൊഴിയായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അത് എവിടെയും ഡോക്യുമെന്റ് ചെയ്ത് പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അതുകൂടെ അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നെങ്കിൽ അത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും മാത്രമേ ഈ ഡോക്യുമെന്റേഷൻ പാർട്ട് വളരെ പ്രോമിസിംഗ് ആയിട്ട് വരുള്ളൂ. കാരണം ഏതെങ്കിലും സ്റ്റേറ്റ് മിനിസ്ട്രി ഏതെങ്കിലും കമ്മിറ്റികൾ ഫോം ചെയ്യാത്ത പക്ഷം. ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു പ്രൊപ്പഗാൻഡ.
അല്ല പല IKS കീഴിൽ പല സബ്ജക്ട്സ് എടുക്കാം. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പൂരമാണ്. കാരണം പൂരം എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല ഈ അന്താരാഷ്ട്ര തലത്തിൽ വെറുതെ അറിയപ്പെടുക മാത്രമല്ല, തൃശ്ശൂരിന്റെ പൂരം ട്രഡീഷൻ നമുക്ക് ഇന്റർനാഷണൽ റിസർച്ച് ലെവലിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സിന്റെ കീഴിലാണ്. MHRD ശരിക്കും അതിപ്പോ മിനിസ്ട്രിയാണ് നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ മിനിസ്ട്രി, MOE, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതിന്റെ കീഴിലേക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് പൂരത്തിന്റെ ഒരു കൊടി കയറി കഴിഞ്ഞാൽ ദേശവാസികൾ പുറത്തേക്ക് പോകരുത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചിട്ടകളൊക്കെ മറ്റു രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. പഴയ കാലത്ത് 2500 കൊല്ലം മുമ്പുള്ള ഏതൻസിൽ വരെ ഉണ്ടായിരുന്ന ചിട്ടകളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അന്താരാഷ്ട്ര ലെവലില് അതായത് ഗവേഷണ മേഖലകളിൽ നമുക്ക് പ്രതിഷ്ഠിക്കാവുന്ന കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പല തലങ്ങളിലാണ് നമ്മൾ ഈ ഗവേഷണവും ഈ ആവിഷ്കാരങ്ങളും, ഗവേഷണം എന്ന് മാത്രമല്ല പൂരത്തിന് കലകളുണ്ട്. കലകൾ നമ്മൾ പലരും ആ നേരത്ത് മാത്രം കാണും, എല്ലാം ആ പൂരത്തിന്റെ ആ മേളത്തിന്റെ ഓളത്തിന്റെ ഉള്ളില് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ചിലത്. അതിനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ കാണിക്കാൻ തന്നെയാണ് നമ്മൾ ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ചെറിയൊരു ചർച്ചയായി തുടങ്ങുന്നു. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് സാർ ചോദിച്ച പോലെ ഒരു വർഷം കൊണ്ട് അവസാനിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പല തലങ്ങളിൽ ടച്ച് ചെയ്ത് ഇത് സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം ഇത് നിലനിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഡോക്യുമെന്റ് ചെയ്യും. യൂട്യൂബ് ചാനലിലൂടെ എത്രയായാലും അത് കൃത്യമായിട്ട് ആ യൂട്യൂബ് ചാനലിൽ അതെല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ടാവും, വീഡിയോ ഉണ്ടാവും. അപ്പൊ അത് എവിടെ വേണമെങ്കിലും കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ ഫയൽസ് ഉണ്ടാവും. പിന്നെ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ കൃത്യമായിട്ട് സേവ് ചെയ്യുകയും ചെയ്യും. ഡോക്യുമെന്റ് ചെയ്തത് ഓരോ പരിപാടിയുടെയും എന്താ പറയാ ഷെഡ്യൂള് മുതൽ അതിന്റെ ബ്രോഷേഴ്സ് മുതൽ എല്ലാ കാര്യങ്ങളും, അതിന്റെ റിപ്പോർട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ഡ്രൈവിൽ നോക്കിയാൽ കാണാം. പിന്നെ പറ്റുമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ചില കാര്യങ്ങൾ വേറെ രീതിയിലും കൂടെ ഇന്റർനെറ്റിൽ അതവിടെ ഡോക്യുമെന്റേഷൻ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സാധാരണ ഇപ്പൊ പല യൂണിവേഴ്സിറ്റീസിലും അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ചില പെർട്ടിക്കുലർ ഒരു മ്യൂസിയം പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു ലൈബ്രറി പോലെ ഗൂഗിളിലുണ്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലുണ്ടോ, അപ്പൊ ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാം. ആ രീതിയിലും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്നുള്ളൂ 24-ാം തീയതി ഈ ചൊവ്വാഴ്ച. അതെ 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 ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അത് 5 പേര്, ഫാദർ അരുൺ, ഡോക്ടർ ലിബിസൺ, ഡോക്ടർ സന്ധ്യ, ഡോക്ടർ തീത, ഞാൻ.